ആദർശ ഫ്ലാറ്റ് പദ്ധതി, 2G സ്പെക്ട്രം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്നിവയിൽ മുങ്ങിക്കൊളിച്ച കോൺഗ്രസ് അഴിമതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഒരു നീരാറാടിയെ കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നല്ലോ. ആ സ്ത്രീ ടാറ്റക്കും റിലയൻസിനും വേണ്ടി രംഗത്ത് വരികയാണ്. ആരെയാ ബന്ധപ്പെടുന്നത്? മാധ്യമരംഗത്തെ പ്രമുഖരെ, മാധ്യമ ലോകത്തെ പ്രമുഖരെ ബന്ധപ്പെടുന്നു. ആ പ്രമുഖർ വിവിധ കക്ഷി നേതാക്കളുമായി ബന്ധപ്പെടുന്നു. പല കാര്യത്തിലും അവർ ഇടപെട്ടിരിക്കുന്നു. ഈ കാര്യത്തിൽ അവരുടെ ഇടപെടൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന രാജ അന്ന് മന്ത്രിയായി വരണമെന്നാണ്. അത് ടാറ്റക്കും റിലയൻസിനും വേണ്ടി ഇവരിടപെടുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ മാധ്യമലോകത്തിലെ ചിലർക്കടക്കം ഇത്തരം വഴിവിട്ട കാര്യങ്ങൾക്ക് കൂട്ടുണ്ട് എന്നാണ് വരുന്നത്. ഇപ്പോൾ വൻകിട കുത്തകകള്, രാഷ്ട്രീയ നേതാക്കള്, ഉദ്യോഗസ്ഥ പ്രമുഖര്, ഈ കൂട്ടത്തിൽ മാധ്യമരംഗത്തെ പ്രമുഖര് എല്ലാം കൂടിയുള്ള ഒരു കൂട്ടുകെട്ട് വന്നിരിക്കുന്നു. അവർ നിശ്ചയിക്കുന്നു ആര് മന്ത്രിയായി വരണമെന്ന്. അപ്പൊ കുത്തകകള് നയം എന്താണ് എന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് വളർന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്ത്. ഇതല്ലേ സംഭവിച്ചിട്ട്? അവർക്ക് വേണ്ടി വഴിവിട്ട് കാര്യങ്ങൾ രാജ ചെയ്തു കൊടുക്കുന്നു. ആ ചെയ്തു കൊടുത്ത കാര്യവും സുപ്രീം കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അപ്പോ അനർഹമായി ഇത് സമ്പാദിച്ച കമ്പനികളുണ്ട്. ആ അനർഹമായി സമ്പാദിച്ച കമ്പനികൾ ഇതേവരെ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ ഭാഗമായി വലിയ തുക കൈക്കലാക്കിയിട്ടുണ്ട്. ആ വൻ തുക കൈക്കലാക്കിയ കമ്പനികളിൽ നിന്ന് യഥാർത്ഥ വിപണി വില ഈടാക്കാൻ നമുക്ക് കഴിയണം. അത് അവരെ കയ്യിൽ വെക്കേണ്ടതല്ല, രാജ്യത്തിന് അവകാശപ്പെട്ടതാണ്. അത് രാജ്യം ഈടാക്കണം. അനർഹമായാണ് ലൈസൻസ് സമ്പാദിച്ചത്. അനർഹമായി ലൈസൻസ് സമ്പാദിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ലൈസൻസ് റദ്ദ് ചെയ്യണം. സുതാര്യമായ നടപടികളിലൂടെ അർഹതയുള്ളവർക്ക് ലൈസൻസ് അനുവദിക്കണം. ഇത്രയും നടപടികൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. CPIM ഈ കാര്യങ്ങളൊക്കെ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. ഇടതുപക്ഷവും പ്രതിപക്ഷവും എല്ലാം ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ തങ്ങൾക്കൊരു മാറ്റവുമില്ല എന്ന മട്ടില് കോൺഗ്രസ് നയം സ്വീകരിച്ചു പോവുക. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഈ ഒരു അഴിമതിയുടെ പ്രശ്നമല്ല വരുന്നത്. എന്തെല്ലാം അഴിമതിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കേട്ടില്ലേ നമ്മൾ ആ കോമൺവെൽത്ത് കുംഭകോണത്തിന്റെ പ്രശ്നം? എന്തൊരു നാണക്കേടായിരുന്നു. നമ്മളെല്ലാവരും സാധാരണ ഗെയിംസ്, സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ പിന്താങ്ങുമല്ലോ. ഇവിടെ എന്താ കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രശ്നം? ഒരവസരം കിട്ടിപ്പോയി. ആ കിട്ടിയ അവസരം ഉപയോഗിച്ച് കോടാനുകോടികൾ എങ്ങനെ കൊള്ള ചെയ്യാം എന്നല്ലേ കാണിച്ചു കൊടുത്തത്. ഒരു കൽമാടിയുടെ പ്രശ്നം മാത്രമാണ് അതെന്നാ വിചാരിക്കുന്നത്? ഒരു മനുഷ്യന് മാത്രമായിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമോ? അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരില്ലേ? അദ്ദേഹത്തിന്റെ കൂടെ പോയവരില്ലേ? അതിനൊത്താശ ചെയ്തു കൊടുത്തവരില്ലേ? എത്രയാ അതിൻ്റെ തട്ടിപ്പിൻ്റെ ഒരു വലുപ്പം എന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഗവൺമെൻറ് അംഗീകരിച്ച ബജറ്റും കാര്യമൊക്കെ ഉണ്ട്. അതൊരു ചെറിയ തുകയാണ്, ഇരിക്കട്ടെ. ആ തുകക്ക് ചിലപ്പോൾ നടക്കില്ലായിരിക്കും. നമുക്ക് ആ തുക എടുക്കണ്ട, വലിയ തുക എടുക്കാം. 2006 കഴിഞ്ഞ
കോമൺവെൽത്ത് ഗെയിംസ് മെൽബണിൽ വെച്ചാണ് നടന്നത്. അതിന് 5200 കോടി ഉറുപ്പിയാണ് ചിലവായത്. പോട്ടെ, 4 വർഷം കഴിയും, അതിന് തികയില്ല എന്ന് കണക്കൂട്ടാം. എത്ര വർധനവ് കൊടുക്കുക? 4 വർഷത്തേക്ക് 100% വർധനവ് കൂടി. 10400 കോടിക്കെങ്കിലും തീരണ്ടേ? ഈ അത്രയൊന്നും ഗവൺമെൻറ് കണ്ടിട്ടില്ല കേട്ടോ. എന്നാൽ നമ്മൾ ന്യായമായി തന്നെ അനുവദിക്കാം. 10400 കോടി അതിന് തീരണ്ടേ? കോമൺവെൽത്ത് ഗെയിംസ് തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം 70,000 കോടി ഉറുപ്പിക ചെലവായില്ല. കണക്ക് പൂർണ്ണമായിട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇനി അതിലും കൂടുകയും ചെയ്യും. ചെറുത്തൂരിൽ നടന്ന KSTA ഉപജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കുട്ടമത്ത് നഗറിൽ നിർമ്മിച്ച KSTA ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് VR സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ, K കുഞ്ഞിരാമൻ MLA, K ബാലകൃഷ്ണൻ, M രാജ, ഗോപാലൻ, VPP മുസ്തഫ, ചെറുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് C കാർത്തിയാണി എന്നിവർ സംബന്ധിച്ചു.